ഹായ്. നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത്, നമ്മളിപ്പോൾ സീരീസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോണത് എന്താണ് കൺവേർജൻസ് അല്ലെങ്കിൽ ഡൈവേർജൻസ് ഓഫ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോണത്. ഓക്കെ, ഈ പേരിൽ തന്നെയുണ്ട് കൺവേർജ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് അടുക്കുന്നു എന്നുള്ളതല്ലേ ഒരു വേർഡ് മീനിങ്. അതേപോലെ ഡൈവേർജ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അകന്നു പോകുന്നു എന്നുള്ള ഒരു അർത്ഥമില്ലേ ഡൈവേർജ്. ഓൾമോസ്റ്റ് അതേ സെൻസിൽ തന്നെയാണ് നമ്മൾ ഈ കൺവേർജൻസും ഡൈവേർജൻസും സീരീസിന്റെ കേസിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഡെഫിനിഷനിലേക്ക് പോവാം. അപ്പോൾ ഡെഫിനിഷൻ പറയുന്നത് ഇതാണ്: ലെറ്റ് എസ് എൻ സീക്വൻസ് എസ് എൻ എന്ന് പറയുന്നത് ഇതൊരു സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓഫ് ദ സീരീസ് സിഗ്മ n equal to 1 to infinity un ആണെന്ന് വിചാരിക്കുക. എന്താണ് പാർഷ്യൽ സം ഓഫ് ദ സീക്വൻസ് അല്ലെ? സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്താണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. അതായത് ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞേക്കാം. അതായത് നമ്മുടെ സീരീസ് ഏതാ? സിഗ്മ n equal to 1 to infinity un. ഇതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം നമ്മൾ എഴുതുന്നത് എന്താ? S1 അല്ലെ, സീക്വൻസ് S1 S2 S3 etc. ഇതാണ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ന് വെച്ചാൽ. ഇതിൽ S1 എന്ന് പറഞ്ഞാൽ ആരാണ്? U1, ആദ്യത്തെ ടേമിന്റെ സം. S1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? U1. S2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? U1 plus U2, അതായത് രണ്ട് ടേമുകളുടെ സം. ആ ഇൻഡെക്സ് 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ സീരീസിലെ രണ്ട് ടേമുകളുടെ സം. S3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? U1 plus U2 plus U3. അപ്പൊ ഈ പോകുന്ന സീക്വൻസ്, ഈ സീക്വൻസ് എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യാനാണ്. സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് അടുക്കുന്നു അല്ലെ, അതാണ് കൺവേർജ് എന്ന് പറയുന്നത്. ഈ സീക്വൻസ് ഞാൻ കൺവേർജിനാണ് ഇങ്ങനെ ഒരു ആരോ കൊടുക്കുന്നത്. ഈ സീക്വൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും എസ് എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക്, ഓക്കെ, എസ് എന്ന് പറയുന്ന നമ്പറിലേക്ക് കൺവേർജ് ചെയ്തിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എസിനെ എന്ത് വിളിക്കും? ലിമിറ്റ് എന്ന് വിളിക്കും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ് ഈ എസ് എന്ന് പറയുന്ന ലിമിറ്റിലേക്ക് അടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും നമ്മുടെ ഈ സീരീസ് എന്താണെന്ന്? കൺവേർജന്റ് ആണെന്ന് നമ്മൾ പറയും. കൺവേർജ് ചെയ്യുന്ന എങ്ങോട്ട്? എസിലേക്ക് കൺവേർജ് ചെയ്യുമെന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എസിനെ വിളിക്കും സം ഓഫ് ദ സീരീസ് എന്ന് പറയും. ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു കൺഫ്യൂഷൻ വേണമെങ്കിൽ വരാം. അതായത് നമുക്കറിയേണ്ടത് ഈ സീരീസ് കൺവേർജ് ചെയ്യണമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീരീസിൽ നിന്നും നമ്മൾ എന്തുണ്ടാക്കണം? സീക്വൻസ് ഉണ്ടാക്കണം. എന്ത് സീക്വൻസ്? സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഉണ്ടാക്കണം. ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആയിട്ട് കിട്ടുന്ന സീക്വൻസ് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക്, എസ് എന്ന് പറയുന്ന ഈ ലിമിറ്റിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ സീരീസ് കൺവേർജന്റ് ആണെന്ന് പറയാം. സീരീസ് കൺവേർജന്റ് ആകുന്ന ആ സം, അതാണ് ആര്? എസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എസ് ഈക്വൽ ടു, കാരണം ഇൻഫിനിറ്റ് സം അല്ലേ, ഇൻഫിനിറ്റ് സമ്മിന്റെ ഉത്തരമായിട്ട് വരാൻ പോണ. അപ്പം അങ്ങനെയാണെങ്കിൽ എസ് ആയിരിക്കും. എസ് ഈക്വൽ ടു സിഗ്മ n equal to 1 to infinity un എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതാണ് ഡെഫിനിഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. അപ്പൊ ഇതാണ് കൺവേർജ് ചെയ്യണമെങ്കിൽ ഡെഫിനിഷൻ. ഇനി ഡൈവേർജന്റ് ആണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരീസ് ഡൈവേർജന്റ് എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം നമ്മൾ ഉണ്ടാക്കി എടുക്കുമല്ലോ. ഇത് കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ, ഇത് ഏതെങ്കിലും ഒരു എസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല എങ്കിൽ, ഓക്കെ, അതാണ് ഞാൻ വിട്ടിട്ടിരിക്കുന്നത്. ഇല്ല എങ്കിൽ നമ്മൾ പറയും നമ്മുടെ സീരീസ് എന്താണെന്ന് പറയും? ഡൈവേർജ് ചെയ്യും എന്ന് പറയും. അപ്പൊ നമ്മൾ പറയുന്ന ടേമാണ് എന്ത്? ഓക്കെ, നമ്മുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഏതെങ്കിലും ഒരു നമ്പറിലേക്ക്, ഇപ്പൊ എസിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും നമ്മുടെ സീരീസ് കൺവേർജന്റ് ആണ്. അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ, ഒരു നമ്പറിലേക്കും പോയില്ല, എസ് എന്നല്ല ഒരു നമ്പറിലേക്കും പോയില്ല, അതൊരു ഇൻഫിനിറ്റിയിലേക്കോ വല്ലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു നമ്പറിലേക്കും പോകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മുടെ സീരീസ് ഡൈവേർജന്റ് ആണെന്ന് പറയും. അപ്പൊ നോക്കി, സീരീസ് കൺവേർജന്റ് ആണോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർജന്റ് ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അത്രയോടെ നിൽക്കട്ടെ. നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് 5 minus 4 minus 1, പിന്നെ 5 minus 4 minus 1, 5 minus 4 minus 1. ഇതൊരു സീരീസ് ആണല്ലോ, കുറെ ടേംസിനെ സം ചെയ്ത് എഴുതിയിരിക്കണമല്ലോ. ഈ മൈനസ് ഒന്നാലും തെറ്റൊന്നുമില്ല, കാരണം
ഈ 5 - 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, പ്ലസ് ഇട്ടിട്ട് 5 + -4 എന്ന് എഴുതാം. അതുകൊണ്ട് ഇവിടെ മൈനസ് ആണല്ലോ, സീരീസിന് പ്ലസ് അല്ലേ വരുന്നതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, 5 - 4 എന്ന് വെച്ചാൽ ആക്ച്വലി പ്ലസ് തന്നെ, എന്ത് 5 + -4 ആണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആ കണക്ക് ഇത് കൺവേർജന്റ് ആണോ എന്ന് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കാൻ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ എന്ത് നോക്കിയാൽ മതി, ആ പാർഷ്യൽ സം എടുത്ത് നോക്കിയാൽ മതി. സീരീസിന് ഒന്ന് എഴുതാം, 5 - 4 + 1 അല്ലേ, 5 -1 അല്ലേ, ഇങ്ങനെയാണ് നമ്മളത് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ സീരീസ് കൺവേർജന്റ് ആണോ നോക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഉണ്ടാക്കണം. ഞാൻ സീക്വൻസ് ഉണ്ടാക്കാൻ പോവാ. S1 എന്ന് വെച്ചാൽ എന്തായിരിക്കും ഇവിടെ 5. S2 എന്ന് വെച്ചാൽ എന്ത് വരും, ആദ്യത്തെ 2 ടേമുകൾ കൂട്ടുക, അപ്പൊ നമുക്ക് എത്ര കിട്ടും 1. ഇനി S3 എന്ന് വെച്ചാൽ എന്താ, ആദ്യത്തെ 3 ടേമുകൾ കൂട്ടുക, അത് എത്ര വരും 0. ഇനി S4 എന്ന് വെച്ചാൽ എന്താ, ആദ്യത്തെ 4 ടേമുകൾ, ആദ്യത്തെ 4 ടേം കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം, ആദ്യത്തെ 3 ആൾക്കാർ കൂട്ടുമ്പോൾ അത് 0 ആയി പോകും. പിന്നെ നമുക്ക് എത്ര വരത്തുള്ളൂ 5. ശരിയല്ലേ? ഇനി S5 എന്ന് വെച്ചാൽ എന്താ, ആദ്യത്തെ 5 ആൾക്കാർ, ആദ്യത്തെ 5 ആൾക്കാരെ കൂട്ടുമ്പോൾ നമുക്ക് എന്തേ വരത്തുള്ളൂ 1. S6 എന്ന് വെച്ചാൽ ആദ്യത്തെ 6 ആൾക്കാർ, ആദ്യത്തെ 6 ആൾക്കാരെ കൂട്ടുമ്പോൾ എന്താണ് 0. ഇപ്പൊ നമുക്ക് ഏകദേശം പാറ്റേൺ മനസ്സിലായി കാണും അല്ലേ? പാറ്റേൺ എന്താ ഇവിടെ വരാൻ പോകുന്നത്, S1 പിന്നെ 3 ആൾക്കാർക്ക് ശേഷം S4, ശരിയല്ലേ? S4 അടുത്ത ആരായിരിക്കും, S7, ഇവരൊക്കെ എത്രയേ വരത്തുള്ളൂ 5. ശരിയാണല്ലോ. ഇനി അടുത്തത് S2, രണ്ടാമത്തെ ആള്, പിന്നെ 3 ടേമുകൾക്ക് ശേഷമുള്ള ആള് എന്ന് വെച്ചാൽ ആരാ S5, ശരിയല്ലേ? അതേപോലെ അടുത്ത ആരായിരിക്കും S8, ഇവരൊക്കെ എത്രയേ വരത്തുള്ളൂ 1 വരത്തുള്ളൂ. പിന്നെ നോക്കിയേ S3, S6, S9, ഇവരൊക്കെ എത്രയേ വരത്തുള്ളൂ 0 വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ Sn എന്ന് പറയുന്ന ടേം നമ്മളൊരു ബ്രാഞ്ചിങ് ഫംഗ്ഷന്റെ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ എന്തേ വരത്തുള്ളൂ, നമ്മൾ എഴുതും Sn = നോക്കിയേ S3, S6, S9 ഒക്കെ എന്താണ് 0. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എഴുതിക്കൂടെ 1 അല്ല 0 if n = എന്ത് 3യുടെ മൾട്ടിപ്പിൾസ് ആവുമ്പോ, ശരിയല്ലേ? ഇനി നോക്കിയേ 5 വരുന്ന എപ്പോഴാ, ഈ S2, S5, S8 എന്നുള്ള ആൾക്കാരൊക്കെ, സോറി S1, S4, S7 എന്നുള്ള ആൾക്കാർക്ക് എത്രയാ വരുന്നത് 5. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, if n = 3m + 1 ആവുമ്പോ, ശരിയല്ലേ? അതായത് m-ന് 0, 1, 2, 3 കൊടുക്കുമ്പോൾ എന്ത് വരും 1, 4, 7 അതൊക്കെ വരുമ്പോൾ 5 വരും. പിന്നെ 1 വരുന്നത് എപ്പോഴാ, 1 വരുന്നത് n എന്ന് പറയുന്നത് 3m + 2 ആകുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് അതെങ്ങനെ എഴുതാം. അപ്പൊ എന്തായാലും സത്യം ഇത്ര ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് ഈ സീക്വൻസ് എങ്ങനെ പോകുമെന്ന് മനസ്സിലായി. അടുത്ത 5, 1, 0 ഈ രീതിക്കല്ലേ പോകത്തുള്ളൂ. ഇതാണ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം. ഈ സീക്വൻസ് എങ്ങോട്ടെങ്കിലും കൺവേർജ് ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? 5ലേക്ക് കൺവേർജ് ചെയ്യോ? ഇല്ല. കാരണം 5ലേക്കല്ലേ പോകുന്നത്. 5, 1, 0 അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് കളിക്കുക. ആദ്യം 5 പോകും, പിന്നെ 1 പോകും, പിന്നെ 0 പോകും, പിന്നെ 5 പോകും. സോ ഇത് എന്ത് ചെയ്യത്തില്ല, ഇത് ഒരിക്കലും കൺവേർജ് ചെയ്യത്തില്ല. സോ നമ്മുടെ സീരീസ് എന്തായിരിക്കും, നമ്മുടെ സീരീസ് ഒരു ഡൈവേർജന്റ് സീരീസ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയാം ഇറ്റ് ഡസ് നോട്ട് കൺവേർജ് എന്ന് നമ്മൾ പറയും. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. അപ്പൊ അത് കഴിഞ്ഞല്ലോ. ഇനി അടുത്ത എക്സാമ്പിൾ 4 എന്താണ് ക്വസ്റ്റ്യൻ? ഷോ ദാറ്റ് ദ സീരീസ് 1 + 1/2 + 1/2² + എക്സെട്ര അത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം. അത് കൺവേർജന്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. കൺവേർജന്റ് ആണെങ്കിൽ സ്വാഭാവികമായും എന്തുണ്ടാവും, ഒരു സം ഉണ്ടാവും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു പർട്ടിക്കുലർ നമ്പർ ഉത്തരം കിട്ടും. അതെന്താണ് കണ്ടുപിടിക്കാനാണ് നമ്മളുള്ള ചോദ്യം. അപ്പൊ അത് നമുക്കൊന്ന് പ്രത്യേകം എടുത്ത് ചെയ്ത് നോക്കാം. അപ്പൊ നോക്കിയേ, നമ്മുടെ സീരീസ് ആരാണ്? 1 + 1/2 + 1/2² + 1/2³ + എക്സെട്ര. ശരിയാണല്ലോ.
ഇവിടുന്ന് നമ്മുടെ സീക്വൻസിന് എന്ത് ടേം ആരാ? നമ്മുടെ UN എന്നൊക്കെ പറയല്ലേ, എന്ത് ടേം എന്ന് പറയുന്നത് അതാരാ? UN. നിങ്ങൾ നോക്കിയേ, ഒന്നാമത്തെ ടേം 1, അപ്പൊ UN 1, U2 എത്രയാ? 1/2, U3 എത്രയാ? 1/2 സ്ക്വയർ. എങ്കിൽ UN എത്രയായിരിക്കും? 1/2 n - 1. ശരിയാണല്ലോ? ഓക്കെ, നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത്? ആ സീക്വൻസ് കണ്ടുപിടിക്കാനാണ് വേണ്ടത്, ശരിയല്ലേ? നമ്മുടെ SN, നമ്മുടെ സീക്വൻസ് എങ്ങോട്ടെങ്കിലും കൺവേർജ് ചെയ്യുന്നുണ്ടോ നോക്കുക. നമ്മുടെ സീക്വൻസ്, അതായത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം S1, S2, S3 എക്സെട്ര SN, ഇത് എങ്ങോട്ടെങ്കിലും കൺവേർജ് ചെയ്യുന്നുണ്ടോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ശരിയല്ലേ? അതായത് നമ്മുടെ SN എന്ന് പറയുന്ന ആള് ഏതെങ്കിലും നമ്പറിലേക്ക് അടുക്കുന്നുണ്ടോ? ഏതെങ്കിലും നമ്പറിലേക്ക് n ഇങ്ങനെ വലുതാകുമ്പോൾ SN പോകുമ്പോഴാണല്ലോ നമ്മൾ കൺവേർജന്റ് എന്ന് പറയുന്നത്. ഈ SN as n tends to infinity ഏതെങ്കിലും നമ്പറിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ടോ? അത് നോക്കിയാൽ മതി, നമുക്ക് നോക്കാം. അപ്പം SN as n tends to infinity ഏതെങ്കിലും നമ്പറിലേക്ക് അടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കൺവേർജന്റ് ആണെന്ന്. അപ്പൊ നമ്മൾ നോക്കിയേ, അപ്പൊ അതിനുവേണ്ടി എന്ത് കണ്ടുപിടിക്കണം? ആദ്യം SN കണ്ടുപിടിക്കണം. SN കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ഫോർമുല? 1 + 1/2 പ്ലസ് ആദ്യത്തെ n ടേംസ് 1/2 n - 1. അപ്പൊ ഇത് ഇന്നലെ കണ്ടതാ, നമ്മുടെ ജോമെട്രിക് അല്ലെ, ജോമെട്രിക് സീരീസ് ആണെന്ന് ഞാൻ പറയുകയും ചെയ്ത. ഇതിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, 1 - അല്ലെ r⁻n, കാരണം ഇവിടെ n - 1 ആണെങ്കിൽ ഇവിടെ n, 1 - അല്ലെ 1/2. ഇത് നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ച, ഇത് ഡിനോമിനേറ്റർ 1/2 വരും, അത് മുകളിലേക്ക് 2 ആകും, എല്ലാം കൂടെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ മിച്ചം വരാൻ പോണത് 2 - 1/2 n - 1 എന്ന് വരും. നോക്കിയേ, അപ്പൊ SN ന്റെ വാല്യൂ നമുക്ക് കിട്ടി. നമ്മൾ അറിയേണ്ടത് SN as n tends to infinity എന്താണെന്ന്. ആലോചിക്കേ, n ന്റെ വാല്യൂ വലുതായി കഴിഞ്ഞാൽ ഈ 1/2 n - 1 എന്ത് സംഭവിക്കും? നിങ്ങൾ ആയിരിക്കേ, n ന്റെ വാല്യൂ വലുതാവും തോറും 2 n - 1 എങ്ങോട്ട് പോകും? ഇൻഫിനിറ്റിയിലേക്ക് പോകും, ശരിയല്ലേ? 2ന്റെ പവർ വലുതാകും. അപ്പൊ 2 ക്യൂബിനേക്കാൾ വലുതാണ് 2/4, അതിനേക്കാളും വലുതാണ് 2/5, അതിനേക്കാളും വലുതാണ് 2/100, അതിനേക്കാളും വലുതാണ് 2/1000. അപ്പം സോ ആസ് ഈ n ന്റെ വാല്യൂ വലുതാകും തോറും 2 n - 1 എങ്ങോട്ട് പോകും? ഇൻഫിനിറ്റിയിലേക്കും. എങ്കിൽ 1/2 n - 1 എങ്ങോട്ട് പോകും? 0ലേക്ക് പോകും, ശരിയാണല്ലോ? സോ എന്താ സംഭവിക്കുന്നത്? ആസ് n tends to infinity ഈ 1/2 n - 1 എന്ന് പറയുന്നത് 0ലേക്ക് പോകും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? SN എങ്ങോട്ട് പോകും? SN tends to 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ SN 2ലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ സീരീസ് എങ്ങോട്ട് പോയി? 2ലേക്ക്. സോ നമ്മുടെ സീരീസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റും? നമ്മുടെ സീരീസിന്റെ സം എന്ന് പറയുന്നത് 2 ആയിരിക്കും എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, അതാണ് അടുത്തത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഷോ ദാറ്റ് ദ സീരീസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ പ്ലസ് എക്സെട്ര ഇതൊരു ഡൈവേർജന്റ് ആയിട്ടുള്ള സീരീസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, നോക്കിയേ, എങ്കിൽ ഇവിടുന്ന് UN, അതായത് എന്ത് ടേം എന്ത് വരും? n സ്ക്വയർ അല്ലേ വരാൻ പോകുന്നുള്ളത്. ഓക്കെ, അപ്പം സീരീസ് കൺവെർജന്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവെർജന്റ് ആണോ നോക്കുന്നു. ഈ സീക്വൻസ് നമ്മൾ S1, S2 എക്സെട്ര SN അല്ലെ, ഇത് എങ്ങോട്ടെങ്കിലും കൺവെർജ് ചെയ്യുന്നുണ്ടോ നോക്കും. ഇത് കൺവെർജ് ചെയ്യുന്നതിന് നോക്കുന്നതിന് പകരം നമ്മൾ എന്ത് നോക്കിയാൽ മതി? SN എങ്ങോട്ടെങ്കിലും കൺവെർജ് ചെയ്യുന്നുണ്ടോ ആസ് n tends to infinity നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതിനായിട്ട് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? SN കണ്ടുപിടിക്കണം. SN എന്ന് വെച്ചാൽ എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര n സ്ക്വയർ. സ്ക്വയേഴ്സിന്റെ n ടേംസിന്റെ സം കണ്ടുപിടിക്കൽ ഇക്വേഷൻ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്ത്? n × n + 1 × 2n + 1/6 എന്നാണല്ലോ ആ ഇക്വേഷൻ. അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഇത് ഓർത്തിരിക്കണം. സ്ക്വയേഴ്സിന്റെ സം n ടേംസ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ n × n + 1 × 2n + 1/6. ഇവിടെ നോക്കിയേ, n tends to infinity ആയി കഴിഞ്ഞാൽ ഈ n എങ്ങോട്ടും ഇൻഫിനിറ്റിയിലേക്ക് പോകും. കാരണം n വലുതാകുമ്പോൾ n സ്വാഭാവികമായിട്ടും ഇൻഫിനിറ്റി. n + 1 എങ്ങോട്ടും ഇൻഫിനിറ്റിയിലേക്ക് പോകും. 2n + 1 എങ്ങോട്ടും ഇൻഫിനിറ്റി. സോ ടോട്ടലി ഇത് എങ്ങോട്ട് പോകും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മുടെ SN എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ത് സംഭവിക്കും? ഇത് ഡൈവേർജ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ സീരീസ് എന്താണെന്ന്? ഇതൊരു ഡൈവേർജന്റ് സീരീസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായല്ലോ?
ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നോക്കുന്നത്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ആണ്, ഷോ ദാറ്റ് ദ സീരീസ് സിഗ്മ, ഇവിടെ എം എന്ന് എഴുതിയിരിക്കുന്നു, അത് n ആണ് വേണ്ടത്, പുസ്തകം തെറ്റി എഴുതിയത്. ഓക്കെ, n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി n പ്ലസ് 1/n. അപ്പൊ അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? n ഓരോ വാല്യൂ, n 1 കൊടുത്താൽ എന്ത് വരും? 2/1. n 2 കൊടുത്താൽ എന്ത് വരും? 3/2. n 3 കൊടുത്താൽ 4/3 പ്ലസ് എക്സെട്ര. ഈ രീതിക്കായിരിക്കുമല്ലോ നമ്മുടെ എന്ത് പോകുന്നത്, സീരീസ് പോകുന്നത്. പുസ്തകത്തിൽ ഈ കണക്ക് വലുതായിട്ട് അവർ ഡിസ്കസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു സീക്വൻസ് ഡൈവർജൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ ചെയ്യണം. ഓക്കെ, എങ്ങനെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എസ് എൻ എന്ന് പറയുന്നത് എന്ത് വരും? 2/1 അല്ലെ, 3/2, 4/3 പ്ലസ് എക്സെട്ര. ഇങ്ങനെ എഴുതാം. പുസ്തകത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തത് ഞാൻ അതിനെ വേറെ രീതിയിൽ മാറ്റി എഴുതാം. എങ്ങനെയാ വെച്ചേ, ഈ n+1/n എന്ന് വെച്ചാൽ ആക്ച്വലി ആരാ? n+1/n നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 1+1/n എന്ന് എഴുതാമല്ലോ. എങ്കിൽ എല്ലാ ടേമുകളും നമുക്ക് ഇങ്ങനെ 1+1/n ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഈ 2/1 നമ്മളപ്പോ എങ്ങനെ എഴുതും? എന്തെഴുതും? 1+1/1. ശരിയാണല്ലോ. ഫസ്റ്റ് ടേമിന് ഇങ്ങനെ മാറ്റി എഴുതാം. എങ്കിൽ 3/2 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1+1/2. അടുത്ത 4/3 നമുക്ക് എന്ത് എഴുതാം? 1+1/3. n+1/n നമ്മളപ്പോ എങ്ങനെ എഴുതാം? 1+1/n. ഈ n+1/n ൽ നിന്നും ഇത് മനസ്സിലായത് കൊണ്ടാണ് അത് ഉപയോഗിച്ചാണ് ബാക്കി 2/1, 3/2, 4/3 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്. നോക്കിയേ, ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ എത്ര വണ്ണുകളുണ്ട്? n വണ്ണുകളില്ലേ? അപ്പൊ അതെല്ലാം കൂടെ കൂട്ടി എത്ര വരും? n തവണ 1 കൂട്ടിയാൽ 1. ബാക്കി എന്ത് വരും? ബാക്കി വരുന്ന 1/1, അതിനെ 1 എന്ന് വിളിച്ചു. അടുത്ത ഏതാ മിച്ചം വരുന്നത്? 1/2. കാരണം ഈ ബ്രാക്കറ്റിൽ 1/2 മിച്ചമുണ്ട്, ഇവിടെ ഒരു 1/3 മിച്ചമുണ്ട്, ഇവിടെ ഒരു 1/n മിച്ചമുണ്ട്. അപ്പൊ ഇതാണ് Sn എന്ന് പറയുന്നത്. നമുക്കറിയേണ്ടത് Sn എങ്ങോട്ടെങ്കിലും കൺവെർജ് ചെയ്യുമോ അല്ലെ? ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. നോക്കിയേ, n വലുതായി കഴിഞ്ഞാൽ ഈ n എങ്ങോട്ട് പോകും? ഇൻഫിനിറ്റിയിൽ പോകും. ഈ n ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഈ സം എങ്ങോട്ട് പോകത്തുള്ളൂ? ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ Sn എന്ത് ചെയ്യത്തില്ല? കൺവെർജ് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ സീരീസ് എന്താണ്? നമ്മുടെ സീരീസ് ഒരു ഡൈവേർജന്റ് സീരീസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, മനസ്സിലായി?